മാറ്റത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഈ വർഷം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ ഡൽഹി ജനത ആം ആദ്മി പാർട്ടി തൂത്തെറിഞ്ഞു എന്ന വാർത്തകൾ തലക്കെട്ടുകൾ ആഘോഷമാക്കിയുണ്ടായി. എന്നാൽ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടോ? വോട്ടേഴ്സിന്റെ ശതമാനം നമുക്കൊന്ന് നോക്കാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 43.57% വോട്ടർമാർ ആം ആദ്മിക്ക് വോട്ട് ചെയ്തപ്പോൾ 45.56% പേരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത്. അതായത് വെറും 1.9% വ്യത്യാസമാണ് ഇവിടെ ഉള്ളൂ. 2% വ്യത്യാസം പോലും ഇല്ല. മറ്റൊരു കാര്യം, നമ്മൾ ഇതേ സമയം കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് അവലോകനം ചെയ്യുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവിടുത്തെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 25.1% ആളുകൾ കോൺഗ്രസിനും 25.4% പേര് ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്തു, CPM-നും. ഇനി അത് മുന്നണിയായിട്ട് എടുത്തു നോക്കിയാൽ പോലും ഒരു 35-36% രണ്ട് മുന്നണികൾക്കും വന്നേക്കുന്നത്. വലിയ വ്യത്യാസമില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ വോട്ടിന്റെ കാൾ ഒരു 10% അടുത്ത് കുറവാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തില്. അതായത് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞിട്ടില്ല. ഇവിടെ കേരളത്തില് ഭരിക്കുന്ന മുന്നണിക്കുള്ള പിന്തുണയേക്കാൾ കൂടുതൽ ശതമാനം ആളുകൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നതാണ് വസ്തുത. രണ്ടാമത്തെ കാര്യം, കണക്കുകൾ പ്രകാരം BJP ഇവിടെ ജയിച്ചു എങ്കിലും തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എങ്കിലും ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിൻഹ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ പാർലമെന്റിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ BJP കൃത്രിമം കാണിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് എന്നതാണ് അവരുടെ ആരോപണം. അതിൽ സഞ്ജയ് സിൻഹ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള വോട്ടേഴ്സിനെ തെരഞ്ഞു പിടിച്ച് റിമൂവ് ചെയ്യപ്പെടുന്നു. പലർക്കും പരാതി കൊടുക്കാൻ, ഓഫ് കോഴ്സ് ഏത് പാർട്ടിക്കും പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. അവർ പരാതി കൊടുത്ത് ഇലക്ഷൻ കമ്മീഷന് പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിച്ചിട്ട് റിമൂവ് ചെയ്യപ്പെടേണ്ടതാണ് റിമൂവ് ചെയ്യണം. അതിന് നിയമപരമായ വസ്തുതയുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിച്ചിട്ട് വേണം, ആളവിടെ ഉള്ളതാണോ, വോട്ടേഴ്സ് യഥാർത്ഥ വോട്ടറാണോ. അപ്പോൾ ഈ ആരോപണം സഞ്ജയ് സിംഗ് ഉന്നയിച്ചപ്പോൾ അതിന് BJP നൽകിയ മറുപടി ഇതായിരുന്നു, റോഹിംഗ്യൻ മുസ്ലിംസ് അഥവാ ഇല്ലീഗൽ മൈഗ്രൻസിനെയാണ് റിമൂവ് ചെയ്തത് എന്നാണ്. പക്ഷെ സഞ്ജയ് സിംഗ് അതിന് മറുപടി നൽകി, തെളിവ് സഹിതം മറുപടി നൽകുകയുണ്ടായി. പലരുടെയും ആധാർ കാർഡ് സഹിതം പാർലമെന്റിൽ കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. അതായത് ചൗധരി സിംഗ് ഇതൊക്കെ റോഹിംഗ്യൻ മുസ്ലിംസ് അല്ല എന്ന പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള അനേകം പേരാണ് റിമൂവ് ചെയ്യപ്പെട്ടത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അനുഭാവികളെന്ന് 100% അവർക്ക് ബോധ്യമുള്ളവരെ ആണ് റിമൂവ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പല ആളുകളെയും താൽക്കാലികമായിട്ട് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നു എന്നൊരു ആരോപണം കൂടി ആം ആദ്മി പാർട്ടി നടത്തുകയുണ്ടായി. അതായത് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി BJPക്കാരെ RSSകാരെ പലയിടത്തു നിന്നും കൊണ്ടുവന്ന് അവിടെ താൽക്കാലികമായിട്ട് താമസിപ്പിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നു. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് സാങ്കേതികമായി BJP വിജയിച്ചുവെങ്കിലും ഇത് ജനാധിപത്യത്തിന്റെ ഒരു അട്ടിമറി തന്നെയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാരണങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. BJP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വികസനത്തെക്കുറിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായി എന്നത് വലിയൊരു മാറ്റമാണ് രാഷ്ട്രീയത്തിൽ. അതായത് ഇത്രയും നാളും നടന്ന ജാതി രാഷ്ട്രീയത്തിന് വിപരീതമായിട്ട് ജനകീയ രാഷ്ട്രീയം, യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ മാറ്റം ആം ആദ്മി പാർട്ടി കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണത്. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ആശയം വിജയിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ നടന്ന ചർച്ചകളും എല്ലാം നോക്കുമ്പോൾ. പക്ഷെ സാങ്കേതികമായിട്ട് ആം ആദ്മി പാർട്ടി തോറ്റു. ഇനി മറ്റൊരു കാര്യം, അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല BJP മിസ്യൂസ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികൾ CBI, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാം മാറി മാറി കേസുകളിൽ പെടുത്തുക, അറസ്റ്റ് ചെയ്യുക, ജയിലിലിടുക, തെളിവുകൾ പോലും ഇല്ലാതെ ജയിലിലിടുക,
അന്വേഷണത്തിനായിട്ട് ജയിലിലടക്കിയ, അങ്ങനെ ഭരണം തടയാനുള്ള എല്ലാ രീതികളും അവർ നോക്കി. അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ഭരണം തടയുക. കാരണം അവിടെ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ഇല്ലാത്തത് കൊണ്ട് അവിടെ നിയമസഭ പാസ്സാക്കുന്ന പല നിയമങ്ങളും ലഫ്റ്റനന്റ് ഗവർണർ തടഞ്ഞു വെക്കുകയാണ്. അത് അങ്ങനെ ഡൽഹിയുടെ ഭരണം തന്നെ തടയുന്ന, അവതാളത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഡൽഹിയിൽ പ്രോപ്പറായിട്ട് ഭരണം നടന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തിക്കാൻ വേണ്ടത്ര സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നത് നിയമസഭ ഭരണപരമായി മാത്രമല്ല പാർട്ടിപരമായിട്ട്. കാരണം അവരുടെ നേതാക്കളെ എല്ലാം മാറി മാറി, അവർക്ക് വേറെ ഒന്നിനും സമയമില്ല. കാരണം മാറി മാറി കേസിൽ ആദ്യം ED കൊണ്ട് കേസെടുക്കുന്നു, കോടതി ജാമ്യം കൊടുക്കുന്നു, CBI അടുത്ത കേസെടുക്കുന്നു, അതേ കേസ് തന്നെ CBI എടുക്കുന്നു, വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. കോടതി ജാമ്യം കൊടുക്കുന്നു. ഇപ്പൊ ഇതിന്റെ പുറകെ നിയമത്തിന്റെ നൂലാമാലയുടെ പുറകെ നടക്കേണ്ടി വന്നു. അതായത് കേന്ദ്ര ഏജൻസികളെയും അധികാരവും ഉപയോഗിച്ചു ജനാധിപത്യ അട്ടിമറിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ദില്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും.